ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് നേരത്തെ വീഡിയോ ആണ്, അത് പക്ഷേ ഇന്നാണ് ഇടാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ഡ്രസ് കോഡൊക്കെ വേറെയാണല്ലോ. അപ്പോൾ അതിനുള്ള ഉടുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ഞാനും മമ്മിയും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും KSRTCയിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം തൃപ്പൂണിത്തുറയിലായിട്ടാണ് പോയത്. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ ശാരദ എന്ന് പറഞ്ഞ കടയിൽ പോയി. പക്ഷെ അവിടെ നമുക്ക് വിചാരിച്ച പോലത്തെ ഡ്രസ് കോഡ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൃഷ്ണയെ പോയി. അപ്പോൾ അവിടെ അമ്മൂന് കുറച്ച് ഉടുപ്പ് മേടിച്ചു. അതുപോലെ എനിക്കും കറക്റ്റ് ഡ്രസ് കോഡിനുള്ള പ്ലെയിൻ ആയിട്ടുള്ള ബനിയനും അതുപോലെ പോക്കറ്റൊന്നും ഇല്ലാത്ത പലാസോയോ ജീൻസോ ഒന്നും അല്ലല്ലോ, പോക്കറ്റൊന്നും ഇല്ലാത്ത സ്ട്രെയിറ്റ് പാൻറ്റ് കിട്ടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കടയിൽ കയറി ഷാദോഷയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചൊരു പ്രൈവറ്റ് ബസ്സിലാട്ടോ കയറി പോയത്. അപ്പോൾ പിന്നെ കുറച്ച് പപ്പയ്ക്കും അമ്മൂസിനും പിന്നെ അമ്മയ്ക്കൊക്കെ അവിടെ വിലക്കുറവുണ്ടായിരുന്നു ഉടുപ്പിന്. അപ്പോൾ അതൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിന് പോന്നു കേട്ടോ. അങ്ങനെ നീറ്റ് ദിവസത്തിലെ കൂടെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച 4-ാം തീയതി രാവിലെ ഞങ്ങൾ പോവുകയാണ്. എനിക്ക് കിട്ടിയത് ഫോർട്ട് കൊച്ചിയിലാണ്, ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാനും പപ്പയും അമ്മയും അമ്മൂസും ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചാണ് പോകണേ. അപ്പോൾ ഞങ്ങൾ കാറിലിറങ്ങി. അങ്ങനെ നമ്മുടെ പാലത്തിൻ്റെയൊക്കെ മേളിലൂടെ പോയപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ട് അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് പോണ വഴിയൊക്കെ. അപ്പം എത്ര പേര് നീറ്റ് എക്സാം എഴുതാൻ പോയി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെന്താണ്, ഇത് സത്യം പറഞ്ഞാൽ നേരത്തെ ഉള്ള വീഡിയോ ആയിരുന്നു, പക്ഷേ ഇന്നാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. പിന്നെ ഞാൻ ക്ലാസ്സിനൊക്കെ പോകണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ലാംഗ്വേജ് പഠിക്കേണ്ട, അപ്പോൾ അതിൻ്റെ ക്ലാസ്സിന് ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ ടൈമൊന്നും കിട്ടിയില്ല. ഇന്നലെ ആയിരുന്നു എക്സാം, അതിൻ്റെ വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്തിട്ടു. സത്യം പറഞ്ഞത് 2 വീഡിയോ ആക്കാമെന്നാണ് വിചാരിച്ചത്. ഉടുപ്പെടുക്കാൻ പോണത് നീറ്റിന് മുമ്പ് ഇടാനും അതുപോലെ അത് കഴിഞ്ഞിട്ട് നീറ്റ് എക്സാമിന് പോയിട്ട് എങ്ങനെയുണ്ട് വിശേഷം എന്നൊക്കെ അറിഞ്ഞത് 2ാമത്തെ വീഡിയോ ആക്കി ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നീട് അതെല്ലാം കൂടെ ഒരുമിച്ചാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. രാവിലെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കഴിക്കാൻ സമയം കിട്ടിയില്ല. കാരണം ഒരു തിരുവനന്തപുരമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എക്സാമിന് പോയി, എക്സാം സെൻറ്ററിന്. അപ്പോൾ പപ്പയും അമ്മയും വൈകുന്നേരം വരെ അവിടെ നിൽക്കുവാണല്ലോ, 5 മണി വരെയാണല്ലോ എക്സാം. അതുകൊണ്ട് അവർ 3 പേരും ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ച് ഇരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ അവിടെ ഇരുന്ന് എക്സാം എഴുതുകയാണ്. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോയത്. അപ്പം കുത്തിക്കുത്താന വരുമ്പോഴൊക്കെ കളിച്ചൊക്കെയാണ് കേട്ടോ ഞാനെല്ലാം എക്സാം ചെയ്തത്. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി പിസ്സ കഴിച്ചു. തീർന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി അവിടെയൊക്കെ കറങ്ങാനൊക്കെ പോയി. അതിൻ്റെ വീഡിയോ ഞങ്ങൾ വേറെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു പോന്നു കേട്ടോ.